നാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും, വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. മുമ്പ് എല്ലാം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അങ്ങ് അറിഞ്ഞ് കേട്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നിങ്ങൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്നിനാലും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഹാലിൽ എണ്ണി പറഞ്ഞ മക്കളെ കർത്താവെ, അവരുടെ ആവശ്യങ്ങളെ കർത്താവ് എണ്ണി പറഞ്ഞവരെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പറഞ്ഞവരെയും സാക്ഷ്യം പറഞ്ഞവരെ, സാക്ഷ്യം പറയാതിരിക്കുന്നവരെയും മുഴുവനായി ആമേൻ കർത്താവ് സാക്ഷ്യം പറഞ്ഞവരെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് തരുന്നു. അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുക. മതിയ ദൈവം ആമേൻ, സാക്ഷി പറയാൻ കഴിയാത്തവരെ അങ്ങ് സാക്ഷ്യം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, എല്ലാവരെയും ബലപ്പെടുത്തണമേ, എല്ലാവരും ദൈവകൃപയിൽ മറച്ചുകൊള്ളണമേ കർത്താവേ. എല്ലാവരുടെ ജീവിതത്തിൽ സൗഖ്യത്തെ നൽകണമേ, എല്ലാവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണമേ, എല്ലാവരുടെ സന്തോഷം നൽകണമേ, എല്ലാവരുടെ ജീവിതത്തിൽ വിടുതലുകളെ നന്മകൾ നൽകണമേ, എല്ലാവരുടെ ജീവിതത്തിൽ നന്മകളെ പകർന്നു കൊടുക്കണം കർത്താവേ. അങ്ങയുടെ എല്ലാ അമേൻ അങ്ങ് ഒരിക്കലും നന്മകളെ പ്രാപിച്ചെടുക്കാൻ എല്ലാവരും സഹായിക്കണമേ. എല്ലാവരും പുതുവഴിയിൽ അങ്ങ് കർത്താവേ അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവരുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങളൊക്കെ തുറന്ന് അനുഗ്രഹം തന്നെ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം സഹായിച്ചിരിക്കുന്ന കൃപകൾക്കായി നന്ദി. രോഗത്താൽ ഭാരത്താൽ കയറി വന്നവർ പൂർണ്ണ വിടുതൽ പ്രാപിച്ചെടുത്തുകൊണ്ടെന്ന് പകൽക്കാലത്തിൽ കടന്നു പോകുവാൻ സ്വർഗം സഹായിച്ചിരിക്കുന്ന കൃപകൾക്കായി നന്ദി. ആമേ, ഓരോരുത്തരുടെ വിഷയങ്ങൾക്ക് ഭേദം വരുത്തുന്നതിനായി നന്ദി. ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുഭവത്തെ പൊഴിച്ച് എല്ലാം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഈ പകൽക്കാലത്തെ ഓർത്ത് പിന്നെയും കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് പറഞ്ഞു, ആമേൻ, സ്തുതിക്കുന്നത് നേരെയുള്ള രുചിതം അല്ലേ. നമുക്കെപ്പോഴും കർത്താവിനെ സ്തുതിക്കാം. ആമേൻ, ആമേൻ. നമ്മൾ രാവിലെ മുതൽ സ്തുതിച്ചു തുടങ്ങി, ആരാധന ആരംഭം മുതൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങി. ആമേൻ, നമ്മുടെ ജീവിത ആയുഷ്കാലമൊക്കെയും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. നേരുള്ളവർ ആമേൻ അവൻ്റെ മുഖത്തെ കാണും, അവനെ എപ്പോഴും രാപ്പകൽ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൂതന്മാർ അവരെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലത്തിൽ കൂടി വന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കളെയും ആമേൻ, മുതിർന്നവരെയും യൗവനക്കാരെയും ആമേൻ കർത്താവേ, ആമേൻ ബാല്യക്കാരെയും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അവൻ ആമേൻ നമുക്ക് അവൻ നന്മയ്ക്കായി നമ്മൾ ഇന്ന് ഇവിടെ കടന്നു ദൈവത്തെ ആരാധിക്കാൻ എന്തിനു വേണ്ടിയിട്ട്? നന്മയ്ക്കായിട്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുഴുവനുമായി നടക്കുന്നത് നമ്മൾ നന്മയ്ക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. തിന്മയ്ക്കായിട്ട് നമ്മൾ ആരും ഓടുന്നില്ല അല്ലേ. നമ്മളിന്ന് ഓടി വന്നത് നമ്മുടെ ഓട്ടം ആമേൻ നമ്മുടെ ജീവിതായുസ് മുഴുവനും നന്മയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. ആരും ഒരു വ്യക്തി ജീവിതം പോലും തിന്മയ്ക്കായിട്ട് ഓടുന്നില്ല. എല്ലാവരും നന്മയ്ക്കായിട്ട്, നന്മ പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടും ആവശ്യത്തോടും കൂടെയാണ് നമ്മൾ ഒരുമിച്ച് ആമേൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. പിന്നെയും നമുക്ക് ഒരുമിച്ച് നന്മയ്ക്കായി കൂടിയൊരു വനിതക്കണം ദൈവം ഇടയാക്കിയല്ലോ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ സഭയായി കൂടി വന്ന മുഴുവൻ പേരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുന്നു. അതോടുകൂടെ എൻ്റെ സ്നേഹവന്ദനത്തെയും നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ, എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവരൊക്കെ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയുവാനിടയിൽ തീരും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. അത് ദൈവമക്കളുടെ ജീവിതത്തിലാണ് തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകക്കാർക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയത്തില്ല. ലോകക്കാർ സ്നേഹിക്കുന്നത് അത് ലോകസ്നേഹമാണ്. അതിൽ നിന്ന് എന്ന് വന്നേക്ക് നിലനിൽക്കുന്ന സ്നേഹമല്ല. ലോകസ്നേഹം ഒക്കെയും മാറിപ്പോകും, എന്നാൽ ദൈവസ്നേഹം എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കള് ദൈവസന്നിധിയിൽ ദൈവത്തെ ദൈവത്താൽ സ്നേഹിക്കുന്നത് കാഴ്ചയല്ല, വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. കാഴ്ചയാലുള്ളതൊന്നും നിലനിൽക്കത്തില്ല, വിശ്വാസത്താൽ ഉള്ളതാകുന്നു നിലനിൽക്കുന്നത്. നമ്മൾ ആമേൻ കർത്താവിൽ ആമേൻ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടു കൂടെയാകുന്നു നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ നമ്മൾ കടന്നു വരികയും ആമേൻ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധി ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധിയിലുള്ള മക്കളെ മുഴുവൻ പേരെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കർത്താവ് എന്നെ നമ്മൾ നോക്കിയാൽ, നമ്മുടെ രാജാവിനെ, നമ്മുടെ മണാളാകുന്ന യേശുവിനെ നോക്കിയാൽ ആമേൻ ആമേൻ ഹല്ലേലൂയ അവൻ നമുക്ക്
വേണ്ടി ദോഷമല്ല ഗുണമാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഗുണം ആമേൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത് നമ്മൾ ഗുണത്തിനായിട്ടാകുന്നു. ഹല്ലേലൂയ. ദോഷത്തിനായിട്ട് ആരുമില്ല നമ്മൾ ചിന്തിപ്പാനിടയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നന്മ ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നന്മ തന്നെ വരും, ഗുണം തന്നെ വരും, സൗഖ്യം തന്നെ വരും, സമാധാനം തന്നെ വരും. അങ്ങനെ തന്നെ സംഭവിക്കും. എന്നാൽ ആമേൻ ലോകത്തെ അനുഗമിക്കുന്നവർക്കോ ലോകത്തെ അനുഗമിക്കുന്നവർക്ക് ദൈവത്തെ അനുഗമിക്കാതെ, ദൈവത്തിൽ വിശ്വസിക്കാതെ, ദൈവവഴിയിൽ നടക്കാതെ ലോകവഴിയിൽ നടക്കുന്ന ഏവർക്കും ദോഷം വരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദോഷികളുടെ വഴികളിലല്ല ഇപ്പം നമ്മൾ നടക്കുന്നത്, ദൈവത്തിൻ്റെ വഴികളിലാണ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിന്ന് 1-ാം സങ്കീർത്തനത്തിലൂടെ നമ്മളിന്ന് വായിപ്പാനിടയായി. 1-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വചനം ഇപ്രകാരമാകുന്നു പറയുന്നത്. ആമേൻ. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യഹോവ ഒന്നാമത് പറഞ്ഞത് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. നീതിമാൻ ആരെന്ന് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് നീതിമാൻ. ഹല്ലേലൂയ. അബ്രഹാം, ആമേൻ, വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടുവെന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആമേൻ. ആ നീതിമാനാകുന്ന ദൈവത്തെയാണ് നമ്മളിന്ന് പകൽക്കാലത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആ പിതാക്കന്മാരുടെ ദൈവം, നമ്മുടെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും യോസേഫിൻ്റെയും ഇങ്ങനെ പൂർവ്വ പിതാക്കന്മാരുടെ ദൈവമാണ് നമ്മൾ. ദൈവത്തെയാണ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലത്തിൽ ഓ ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഓ കർത്താവ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലത്തിലെ ആമേൻ ദൈവമക്കളുടെ മുൻപാകെ ദൈവസന്നിധിയിലെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ദൈവമനുഷ്യൻ, ലോകമനുഷ്യൻ എന്നതിനെ കുറിച്ചാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവമനുഷ്യൻ്റെ വഴിയിൽ നന്മ വരും, ലോകമനുഷ്യൻ്റെ വഴിയിൽ ദോഷം വരും. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വഴിയിൽ, ദൈവമനുഷ്യൻ്റെ വഴിയിൽ നടക്കുന്നത് ചുരുക്കമത്രേ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ലോകത്തിൻ്റെ വഴിയിലാകുന്നു എന്ന് ആമേൻ ഒട്ടനവധി പേർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വഴി അറിയാതെ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ മനസ്സില്ലാതെ ആമേൻ അനേകർ വഴിതെറ്റി ഉള്ളരുതാത്തവരായി ലോകപ്രകാരം ലോകത്തിൻ്റെ വഴിയിൽ നടന്ന് നാശത്തിലേക്ക് പോകുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ ദൈവ മനുഷ്യൻ്റെ വഴി എപ്പോഴും ഗുണമായിട്ടുള്ളതാകുന്നു. ആമേൻ. അത് ദോഷം വിട്ടകന്നുള്ളതാകുന്നു. അവൻ്റെ വഴിയിൽ നന്മ വരും, അവൻ്റെ വഴിയിൽ വിടുതൽ വരും, അവൻ്റെ വഴിയിൽ സമാധാനം വരും, അവൻ്റെ വഴിയിൽ സൗഖ്യം വരും, അവൻ്റെ വഴിയിൽ സന്തോഷം വരും. ഹല്ലേലൂയ. അവൻ്റെ വഴിയിൽ നിത്യതയുണ്ട്, അവൻ്റെ വഴിയിൽ കർത്താവ് കൂടെയുണ്ട്. ആമേൻ. നീതിമാന്റെ വഴിയിൽ ആമേൻ നീതിമാന്റെ പ്രാർത്ഥന, ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ പ്രാർത്ഥന, ആമേൻ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു. അങ്ങനെ ദൈവ മനുഷ്യന്റെ വഴിയെ കുറിച്ചാണ് നമ്മൾ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇന്ന് പകൽക്കാലത്തിൽ ദൈവ മനുഷ്യൻ ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു, ലോക മനുഷ്യൻ ലോകത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് അപ്രകാരമാകുന്നു. എന്നാൽ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 38 മുതൽ ചില വചനങ്ങൾ അങ്ങോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, മത്തായി സുവിശേഷം ഒന്ന് വായിച്ചാലും മത്തായി സുവിശേഷം ഹല്ലേലൂയ 38 മുതൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവ് ആമേൻ നമ്മളിൽ എന്ത് ആഗ്രഹിക്കുന്നു, നമ്മളിൽ നന്മ ആഗ്രഹിക്കുന്നു അല്ലേ? ഈ വഴിയിൽ നമ്മൾക്ക് നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വഴിയിൽ നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ വഴി എന്താണ്? അവനിൽ വിശ്വസിക്കുക, അവനെ അനുഗമിക്കുക, അവനെ ആരാധിക്കുക. പൂർണ്ണാത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോടും കൂടി അവനെ സേവിക്കണമെന്നാകുന്നു ദൈവ ഇഷ്ടം. അവൻ്റെ വഴികളിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മത്തായി സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ അവിടെ വായിക്കുമ്പോൾ ആമേൻ ആമേൻ അങ്ങനെ ആമേൻ നന്മ തന്നെ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ആമേൻ സമൂഹത്തിൻ്റെ നടുവിൽ, ജനാവലിയുടെ നടുവിൽ ഹല്ലേലൂയ യേശു നന്മ തന്നെ ആഗ്രഹിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഞാൻ ലോകപ്രകാരം നടന്നാൽ നശിച്ചു പോകും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ ആരും നശിച്ചു പോകരുതെന്ന് ദൈവം എന്ന കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ലോകത്തിൽ വന്നത് ലോകത്തെ രക്ഷിപ്പാൻ, ലോകത്തിൽ നിന്ന് തന്നെ കാത്തിരിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ വിടുവിപ്പാനും രക്ഷിപ്പാനും വേണ്ടിയാണ് കർത്താവ് ലോകത്തിൽ വന്നത്. അങ്ങനെ വന്നിരിക്കുന്ന കർത്താവിനോട് ആമേൻ മത്തായി സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ, അവിടെ വായിച്ചാലും 38 മുതൽ ചിലർ അവനോട്, ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. മതി. സ്തോത്രം. ഹല്ലേലൂയ. യേശു ലോകത്തെ രക്ഷിപ്പാൻ വന്നു. യേശു സ്വർഗത്തിൽ നിന്ന് വന്നു. ആമേൻ. നമ്മളെ ഓരോരുത്തരെയും മാനവരാശിയെ പാപത്തിലും ശാപത്തിലും രോഗത്തിലും വീണ് ആമേൻ നിത്യമായി ആമേൻ നശിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുവിൽ നമ്മെ ഓരോരുത്തരെ രക്ഷിപ്പാനായി അവതരിച്ച കർത്താവിൻ്റെ ആമേൻ കർത്താവ് ലോകത്തെ ശുശ്രൂഷ ചെയ്യുമ്പോഴാകുന്നു ആമേൻ ലോകത്തിൻ്റെ പ്രമുഖന്മാര് അല്ലെങ്കിൽ ലോക വഴിയിൽ നടക്കുന്നവർ ആമേൻ ലോകത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നവർ കടന്നു വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാകുന്നത് ഹല്ലേലൂയ ആമേൻ ആമേൻ. ശാസ്ത്രിമാരും പരീശന്മാരും വന്നിട്ട് ആമേൻ ഹല്ലേലൂയ കർത്താവ് യേശുവിനോട് ചോദിപ്പാനിടയിൽ തീർന്നു. ആമേൻ ആമേൻ. ഗുരു ആമേൻ നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവർ അടയാളത്തിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിൻ്റെ ജനനത്തിങ്കല് ആമേൻ ആമേൻ യേശു ജനിക്കുമ്പോൾ ആമേൻ യഹൂദയിൽ ബേത്ലഹേമിൽ ജനിക്കുമ്പോൾ തന്നെ ആമേൻ ശാസ്ത്രിമാർ അടയാളം കണ്ട് യേശുവിനെ അനുഗമിപ്പാൻ ഇടയായി തീർന്നു. അവർ അടയാളം കാഴ്ചയാലുള്ളതിനെ തിരയുന്നവർ ആമേൻ ആമേൻ അവർ ആമേൻ അടയാളം തിരഞ്ഞുകൊണ്ട് ആമേൻ ആമേൻ ലോകത്തിൻ്റെ രക്ഷകൻ തിരഞ്ഞു ആമേൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള ചതുർത്ഥമാനം അവരറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ആമേൻ യേശുവിനെ കുറിച്ച് പറയുവാനിടയിൽ തീർന്നു. ലോകം ആമേൻ യഹൂദന്മാരായി ഇവിടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടു. ആമേൻ. നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് അവർ അടയാളം കണ്ട് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വരുവാനിടയിൽ തീർന്നു. അവിടെ വന്ന് യഹൂദന്മാരുടെ രാജാവ് എവിടെയെന്ന് ചോദിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയും ആമേൻ ശാസ്ത്രിമാരും പരീശന്മാരും ഇവിടെ ചോദിക്കുകയാണ് ലോകപ്രകാരം ആമേൻ ദൈവത്തെ ലോകപ്രകാരമാണ്, ദൈവപ്രകാരമല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവത്തെ ആരാധിക്കുന്നത് ലോകപ്രകാരമാണ്, ദൈവപ്രകാരമല്ല. ദൈവപ്രകാരം ആരാധിക്കുന്നത് വിശ്വാസത്താൽ ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ജനിച്ച് ആമേൻ ലോകത്തിൽ അവതരിച്ച കർത്താവിനോട് ആമേൻ ശാസ്ത്രിമാരും പരീശന്മാരും ആമേൻ തങ്ങൾക്കൊരു അടയാളം അവർ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് യേശു മറുപടി പറഞ്ഞ തൊട്ടടുത്ത വചനം വായിച്ചാലും അവൻ അവരോട് ഉത്തരം പറഞ്ഞു. അവൻ യേശു അടയാളം ലോകത്തിൽ അടയാളം ചോദിക്കുന്നവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അടയാളം തിരയുന്നു. മതി. സ്തോത്രം. അവിടെ പറയുന്നത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. അവിടെ പറയുന്നത് ഒന്നാമത് ദോഷമുള്ളത്. ഹല്ലേലൂയ. ദോഷമുള്ളവർ. മനുഷ്യന്റെ ജീവിത കർത്താവ് നോക്കിയപ്പോൾ കർത്താവ് ആത്മാവിൽ ആമേൻ ജനിച്ചൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ ദോഷങ്ങളൊന്നുമില്ല. ആമേൻ. ആ കർത്താവ് പറയുന്നത് ദോഷമുള്ള തലമുറ. ഒന്നാമത് പറഞ്ഞ ദോഷമുള്ള തലമുറ അടയാളം തിരയുന്നു. ആമേൻ. ലോകപ്രകാരം ആമേൻ ദൈവമുണ്ടെന്ന് ആമേൻ വിശ്വസിക്കാതെ, ദൈവത്തിൽ വിശ്വാസത്തിൽ ദൈവത്തെ ആരാധിക്കാതെ ലോകപ്രകാരം കാഴ്ചയാൽ ആരാധിക്കുന്നവരോട് കർത്താവ് പറയുന്ന കാര്യമാകുന്നു ആമേൻ ദോഷമുള്ള തലമുറ.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മാനവ ജീവിതത്തിൽ ദോഷമുണ്ടോ? ദോഷമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ലോകപ്രകാരം ആമേൻ ദൈവത്തെ ആമേൻ ദൈവവഴിയിൽ നടക്കാതെ ലോകപ്രകാരമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മുടെ ആരാധനയെങ്കിൽ, കാഴ്ചയാലാണ് നമ്മുടെ ആരാധനയെങ്കിൽ അതിന്റെ പര്യവസാനം വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരുവാനിടയിൽ തീരും. ദോഷമുള്ള തലമുറ എന്ന് പറയുന്നുണ്ട്. ആ ഉൽപ്പത്തി പുസ്തകം അവിടെ വായിക്കുമ്പോൾ ആമേൻ ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ മനുഷ്യൻ ദോഷം വിട്ട് ഗുണം ചെയ്ത് ജീവിക്കണമെന്ന്. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും ദൈവ മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആമേൻ ദൈവ മനുഷ്യനാണ്. ദൈവം ആരാണ്? നമ്മുടെ ദൈവമാണോ? അല്ലേ? ഹല്ലേലൂയ. ആമേൻ ആമേൻ. അവൻ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവ മനുഷ്യനായി ദൈവിഷ്ടം ചെയ്ത് ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ വചനങ്ങൾ നമ്മുടെ ഇവിടെ വായിക്കുമ്പോൾ ആമേൻ ആമേൻ ദോഷം ഉള്ള തലമുറയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. ആമേൻ ആമേൻ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴാണ് അതിന്റെ 6-ന്റെ 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ മനുഷ്യർ ആമേൻ വായിച്ചാലും മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. മതി. സ്തോത്രം. അവിടെ പറയപ്പെടുന്നത് ആമേൻ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവ മനുഷ്യൻ ആമേൻ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവർക്ക് ബോധിച്ചവരെ ഏവരെയും ഭാര്യമാരായി എടുത്തു. ആരാണ് എടുത്തത്? ദൈവത്തിന്റെ പുത്രന്മാർ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യേണ്ടവർ, ദൈവത്തിൽ വിശ്വസിക്കേണ്ടവർ, ദൈവാത്മാവിൽ ജീവിക്കേണ്ടവർ, ദൈവാത്മാവിൽ നടക്കേണ്ടവർ, ദൈവാത്മാവിൽ അനേകരെ നയിക്കേണ്ടവർ, ദൈവാത്മാവിലുള്ളത് തിരഞ്ഞെടുക്കേണ്ടവർ, ദൈവവിശ്വാസത്തിൽ അനുദിനം അനേകരെ വഴി നടത്തേണ്ടവർ. ഹല്ലേലൂയ. അവർ കാഴ്ചയാലുള്ളതിനെ അവർ തിരഞ്ഞെടുക്കുന്ന കാണാൻ കഴിയും. ആമേൻ. ലോകത്തിൽ കാഴ്ചയാലുള്ളതിനെ ആമേൻ ആമേൻ ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതായി അവിടെ കാണാൻ കഴിയും. ഇത് നിമിത്തം ആമേൻ ദൈവം പറഞ്ഞു ആമേൻ ഈ മനുഷ്യൻ ഹല്ലേലൂയ. അവിടെ തൊട്ടടുത്ത് വായിച്ചാലും ആമേൻ ഹല്ലേലൂയ അവൻ ഇവൻ ജഡം തന്നെയല്ലയോ. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് ആമേൻ അവൻ ജഡം തന്നെയല്ലയോ. ആമേൻ മനുഷ്യൻ അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലം വസിക്കത്തില്ല. അവൻ ജഡം തന്നെയല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ജഡം തന്നെയല്ലയോ എന്ന് പറഞ്ഞ് ദൈവാത്മാവ് മാറുക സദാകാലത്തും. എന്നാൽ നമ്മുടെ കർത്താവ് ആമേൻ ദൈവ മനുഷ്യനോട്, താൻ സൃഷ്ടിച്ച ദൈവ മനുഷ്യനോടുകൂടെ ശാശ്വതമായി വാഴണമെന്ന്, അവൻ നന്മ പ്രാപിക്കണമെന്ന്, അവൻ വിടുതൽ പ്രാപിക്കണമെന്ന്, നന്മയൊന്നും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ദൈവം പോരാടിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അനുദിനം ദൈവം പോരാടി നടക്കുവാനിടയിത്തീർന്നു. അതിന്റെ നടുവിലാണ് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമായിട്ട് എടുത്തു. ദൈവത്തിന് പറയുന്നതാണ് കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം. ആമേൻ. കൺമോഹത്താൽ ആമേൻ ആമേൻ ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാർ കാഴ്ചയാലുള്ളത് തിരഞ്ഞെടുക്കുകയാണ്. കാഴ്ചയാലുള്ളത് നിലനിൽക്കോ? ഇല്ല. വിശ്വാസത്താൽ ഉള്ളതേ നിലനിൽക്കത്തുള്ളൂ. ആമേൻ. മനുഷ്യന്റെ നിലനിൽപ്പ് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുവാനിടയുന്നു. അതിന്റെ അവസാനത്തിലേക്ക് വായിക്കുമ്പോൾ അതിന്റെ അവസാന വചനം വായിച്ചാൽ 5-ാമത്തെ വചനം വായിച്ചാലും ആമേൻ ഹല്ലേലൂയ അങ്ങനെ അവർ ആമേൻ ആമേൻ അവർ മനുഷ്യൻ ഭൂമിയിൽ അവസാന വചനം പ്രൈസ് ദി ലോർഡ് അതിന്റെ 5 സ്തോത്രം ഹല്ലേലൂയ ആമേൻ 6-5 പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദോഷമുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ അവർ ദോഷമുള്ള ദൈവം ആമേൻ അവർ ബാല്യം മുതൽ ദോഷമുള്ളതെന്ന് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയ നോക്കിക്കേ. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഇപ്രകാരം അവൻ ആത്മീയമായി നടക്കാതെ, ദൈവമനുഷ്യനായിട്ട് നടക്കാതെ, ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവപുത്രന്മാരെ നടക്കാതെ അവർ ലോകപ്രകാരം കാഴ്ചയാലുള്ളത് സ്വീകരിക്കുന്നത് കൊണ്ട് ആമേൻ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളൊക്കെയും എപ്പോഴും ദോഷമുള്ളതെന്ന് ആമേൻ ഹല്ലേലൂയ. എല്ലാവരും ഉണർന്നിരിക്കണം. ദൈവന്മാവിൽ ആഗ്രഹിക്കണം. ആമേൻ. അവന്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെ എപ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം പറയാനിടയ്ക്ക്. അങ്ങനെ ദോഷവും വക്രവും ദോഷവുമുള്ള തലമുറയാണ്. ആമേൻ. വക്രവും വ്യഭിചാരമുള്ള തലമുറയാണ്. ആമേൻ.
ഇവിടെ അടയാളം തിരിയുന്ന കർത്താവ് പറയണേ. ദോഷമുള്ള തലമുറ, ഹല്ലേലൂയ. നമ്മൾ ലോകപ്രകാരം നമ്മൾ ജീവിച്ചാൽ നമ്മൾ പരാജയപ്പെടും, നമ്മൾ വിടുവിക്കപ്പെടത്തില്ല, ജയം പ്രാപിക്കത്തില്ല, നന്മ പ്രാപിക്കത്തില്ല, ഉയർച്ച പ്രാപിക്കത്തില്ല, നമ്മൾ നിത്യമായി കർത്താവിനോട് ജീവിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ദൈവമനുഷ്യനായിട്ട് ജീവിക്കണം. ദൈവമനുഷ്യനായിട്ട് ജീവിച്ചാൽ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തും. ഒന്നിനാലും നമ്മൾ വീഴുവാൻ ഇടവരുത്തത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ വിടുതൽ കർത്താവ് അയക്കും. നമ്മൾ വിശ്വസിക്കുന്ന എത്ര വിശ്വസിക്കുന്നുണ്ട് മക്കളെ? കരങ്ങളൊന്ന് അടിച്ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. കർത്താവ് നയിപ്പാൻ ശക്തനെന്ന്, കർത്താവ് നയിപ്പാൻ ശക്തനെന്ന്. ആമേൻ. നമ്മെ ഉയർത്തുവാൻ, നമ്മെ മാനിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ മതിയ ദൈവം എത്ര വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ, അതേപ്പാ, ഞങ്ങളുടെ വഴി ലോകത്തിന്റെ വഴിയല്ല, ദൈവത്തിന്റെ വഴിയിൽ ഞങ്ങളെ നടത്തണം കർത്താവേ. അനുദിനം ഞങ്ങളെ നയിക്കണം കർത്താവേ. യേശുവേ, അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന കൃപകൾക്കായി നന്ദി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുകയാണ്. ആമേൻ. ആയതുകൊണ്ട് ദൈവ മനുഷ്യൻ മാത്രമേ എന്ന് നിലനിൽക്കത്തുള്ളൂ. ദൈവമനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, ആമേൻ, ഒരു വിശ്വാസി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ 1-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 6-ാമത്തെ വചനം പറയുന്നു, നീ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു. നീതിമാന്മാരുടെ വിശ്വാസിയുടെ വഴി അറിയുന്നു. ദുഷ്ടന്മാര് ലോകപ്രകാരം ആമേൻ അടയാളം നോക്കിക്കൊണ്ട് നടക്കുന്നവര്, അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം, അവിടെ അങ്ങനെ പോയി, അവിടെ വലിയ ആരാധന, അവിടെ വലിയ കൂട്ടം, വലുതൊക്കെ. ആമേൻ. ചെറിയ കൂട്ടം നീ ഭയപ്പെടേണ്ട എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഞാൻ ദൈവാത്മാവിൽ ആമേൻ ശരണപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മണവാളൻ, നമ്മുടെ കർത്താവ് മണവാളനാണ്. നമ്മുടെ കർത്താവ് രാജാവ് മണവാളാണ്. ആമേൻ. അവൻ നമ്മെ ഓരോരുത്തരെയും വിശ്വാസ മക്കളെ വേളി കഴിപ്പാൻ വരും. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ മണവാളനാണ്. ആ മണവാളനെ വിട്ട് ആമേൻ. പിന്നെ അവിടെ യേശു പറയുന്നത് ഹല്ലേലൂയ, ആമേൻ, ആമേൻ, വിചാരം ഉള്ള തലമുറ എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയാണ്. നമ്മുടെ കർത്താവ് മണവാളനാകുന്നു. നമ്മുടെ മണവാളൻ, ആത്മീയ സഭയുടെ, ആത്മീയ മണവാട്ടിയുടെ മണവാളൻ കർത്താവാകുന്നു. അവനെ വിട്ട് ഓടുന്നവരൊക്കെയും ദൈവത്തെ വിട്ട് ആമേൻ. ഒരു പുരുഷൻ പുരുഷനെ വിട്ടു പോകുന്നത്, സ്ത്രീ പുരുഷനെ വിട്ടു പോകുന്നത്, സ്ത്രീ പുരുഷനെ വിട്ടു പോകുന്നത്, ആമേൻ, അതിനെ വെച്ച് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുൻപോട്ടോ പിൻപിലോട്ടോ, ആമേൻ, ഹല്ലേലൂയ, തനിക്കുള്ളതിനെ വിട്ട് ആമേൻ പോകുന്നതൊക്കെയും വ്യഭിചാര തുല്യമെന്ന് പറയും. ഹല്ലേലൂയ. ആമേൻ. നമുക്കുള്ളവനാകുന്നു നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ലോകത്തില് ദൈവത്തെ വിട്ട് ലോകപ്രകാരം നടക്കുന്നത്, വഴിതെറ്റി നടക്കുന്നതൊക്കെയും ആമേൻ വ്യഭിചാര തുല്യമെന്ന് കർത്താവ് ഉപമിച്ചു പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദോഷമുള്ള തലമുറ അടയാളം തിരിയുന്നു എന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മൾ ഇസ്രായേൽ മക്കളുടെ അങ്ങനെ ദോഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദോഷത്തെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പിന്നെ നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചിന്താഭാഗം ചിന്തിച്ചു പാനിടയത്തിൽ. ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഇസ്രായേൽ മക്കളെ ആമേൻ ദൈവമാകുന്നു നടത്തിയത്. ഹല്ലേലൂയ. ദൈവമാകുന്ന രാജാവാകുന്നു നടത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവമാകുന്ന കർത്താവ് ഇസ്രായേലിന് രാജാവായി ഉണ്ടായിരുന്നു. ഏത് കാലത്തായിരുന്നു? ശമൂവേലിന്റെ കാലത്ത്, ന്യായാധിപന്മാരുടെ കാലത്ത്. ആമേൻ. ന്യായാധിപന്മാരുടെ ഉൽപ്പത്തി മുതൽ ന്യായാധിപന്മാരുടെ കാലം വരെ ദൈവം ആമേൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത നാൾ മുതൽ ആമേൻ, ആമേൻ, ശമൂവേലിന്റെ കാലം വരെ, ന്യായാധിപന്മാരുടെ കാലം വരെ ദൈവമാവുന്ന കർത്താവ് സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിലെ രാജാവായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനിടയിൽ തീർന്നു. എന്നാൽ ഹല്ലേലൂയ, തിരഞ്ഞെടുത്ത ആമേൻ, ആമേൻ, തൻ്റെ ജനം ഇസ്രായേൽ, ഹല്ലേലൂയ, ദൈവപുത്രന്മാരാണ്. അവരൊക്കെയും ദൈവജനമാണ്, ദൈവ മനുഷ്യന്മാരാണ്. എന്നാൽ അവര് ഇസ്രായേലിന്റെ ദൈവത്തെ ത്യജിച്ച് ആമേൻ തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന്, ലോകപ്രകാരം ഒരു രാജാവിനെ ആമേൻ വേണമെന്ന് ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട് പറഞ്ഞു. ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു.
ദൈവം പറഞ്ഞു, അവർ എന്നോടാണ് മത്സരിക്കുന്നത്, അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വാഴിച്ചു കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് ഒരു രാജാവിനെ ലോകപ്രകാരം നമ്മുടെ ദൈവമാണ് കർത്താവ് സൈന്യങ്ങളുടെ യഹോവ രാജാവായിരിക്കെ ഹല്ലേലൂയ ലോകപ്രകാരം ഒരു രാജാവിനെ അവർ സ്വീകരിച്ചത് കൊണ്ട്, ലോകപ്രകാരമുള്ളതിനെ ആഗ്രഹിച്ചത് കൊണ്ട്, ആമേൻ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പാപങ്ങളിൽ ഒരു ദോഷവും കൂടെ കൂട്ടിയിരിക്കുന്നുവെന്ന് ആ വചനത്തിന്റെ പര്യവസാനം വായിക്കുന്നത് കാണാൻ കഴിയും. അവരുടെ ഇസ്രായേൽ മക്കളുടെ പാപത്തോടു കൂടെ ഒരു ദോഷവും കൂടെ കൂട്ടി. രാജാക്കന്മാർ ഭൂമിയിലുള്ള തിരഞ്ഞെടുത്തതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തിലുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. രാജാക്കന്മാരുടെ പുറകെയല്ല പോകേണ്ടത്. ആമേൻ. ഇന്ന് രാജാക്കന്മാരുടെ ഒരുപാടെടുത്ത് വാഴ്ചകൾ നടത്തുകയാണ്, അധികാരങ്ങൾ നടത്തുകയാണ്. ആമേൻ. നമ്മുടെ കർത്താവ് നമ്മുടെ സൈന്യങ്ങളുടെ ഹോമ അവന്റെ പുത്രനാണ് ക്രിസ്തേശുവാണ് നമ്മുടെ രാജാവ്. ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവാരാണ്? നമ്മുടെ യേശു. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിന്റെ അടയാളം തിരയുകയാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവാത്മാവ്. ഓ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആകുന്ന യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കരങ്ങൾ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളെ രക്ഷിപ്പാൻ മതിയായ ദൈവമാ. അവൻ നമുക്ക് ജയം നൽകും, അവൻ നമുക്ക് ജയം നൽകും, അവൻ നമുക്ക് വിടുതൽ നൽകും. അവൻ ലോകത്തിൽ ആശ്രയിക്കുന്നതിനാൽ, ഭക്തൻ പറഞ്ഞു, ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. ദോഷം വരത്തില്ല, ഗുണം തന്നെ ഉണ്ടാകും. ആമേൻ. ആദിയോടന്ത്യം സൃഷ്ടിച്ച കർത്താവ്, എല്ലാം ഉണ്ടാക്കിയ കർത്താവ് നമുക്ക് നന്മ നൽകി തരും. ഓ വിടുതലുകളെ നൽകി തരും, അനുഗ്രഹങ്ങളെ നൽകി തരും, സമാധാനം നൽകി തരും, സൗഖ്യം നൽകി തരും, രക്ഷയെ നൽകി തരും. ദൈവമക്കളെ ഓർത്ത്, അത് അറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ദൈവത്തിലെ ശരണപ്പെടുകയാണ്, കർത്താവിൽ ശരണപ്പെടുകയാണല്ലോ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പിന്നെയും ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നേരത്തെ വചനം വായിച്ച വചനത്തിൽ വായിച്ചാലും നേരത്തെ വായിച്ച മത്തായി സുവിശേഷം പിന്നെ എവിടെ യേശു പറയുന്നത്? യേശു അടയാളം ചോദിച്ച ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്നത്, ആമേൻ, യോന കടലാനയുടെ വയറ്റിൽ 3 നാൾ ഇരിക്കും. യോന ആമേൻ കടലാനയുടെ വയറ്റിൽ 3 ദിവസം ഇരിക്കും. അതേപോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. ഈ അടയാളമല്ലാതെ മറ്റൊരടയാളം കാണത്തില്ല. ലോക അടയാളങ്ങളുടെ പുറകെ നടക്കുകയാണ്. അതിന് യേശു പറഞ്ഞ കാര്യമാണ്. അടയാളം തിരയുന്ന ശാസ്ത്രമാരോടും പരീശന്മാരോടും യേശു പറയുന്ന കാര്യമാണ്. അതിന് ആമേൻ. വായിച്ചാലും യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. യോനാ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അടയാളം അതാണ്, നമുക്കുള്ള അടയാളം അതാണ് കേട്ടോ. കാലിൽ ഈ അടയാളമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ അടയാളമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, കഷ്ടമുണ്ട്. ഈ ലോകപ്രകാരമുള്ള ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, വേദനയുണ്ട്, ഭാരമുണ്ട്, ഓ കണ്ണുനീരുണ്ട്. ആമേൻ. എന്നാൽ ദൈവമനുഷ്യൻ ദൈവത്തെ ആരാധിക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വിടുതൽ പ്രാപിക്കും. ഇതിൽ നടുവിൽ എല്ലാവരും വിടുതൽ പ്രാപിക്കും. യെസ്, വിശ്വസിക്കുന്നവർ വിടുതൽ പ്രാപിക്കും. ഓ ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവം. ഹല്ലേലൂയ. ഓ റിബലവ സന്ദരബലവ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. ആമേൻ. യേശു പടി. ആമേൻ. സ്തോത്രം എന്താണേകുന്നു. ആമേൻ. യോനയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ യോനയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ 1-ാം അധ്യായം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 1-ാം അധ്യായം 1-ന്റെ മുതലുള്ള ചില വചനങ്ങൾ വായിച്ചാട്ടെ. യോന പ്രവാചകന്റെ പുസ്തകം. ആമേൻ. ഇവിടെ കർത്താവ് യേശു പറയുന്നത്, നിങ്ങൾക്ക് അടയാളം. ആമേൻ. യോന പ്രവാചകൻ ആമേൻ 3 ദിവസം കടലാനയുടെ വയറ്റിലിരുന്നു. അതേപോലെ 3 ദിവസം ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കുമെന്ന് പറയുക.
കർത്താവ് പറയുകയാണ് പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഓരോരുത്തരും നോക്കിക്കൊണ്ട് ഉപമിച്ച് പറയുന്നൊരു കാര്യമാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. കർത്താവ് ലോകത്തിൽ കഷ്ടമുണ്ട്, ദൈവമക്കളെ നിങ്ങൾ ധൈര്യപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഒന്നാമത്തെ ആമേൻ ഇവിടെ ആമേൻ ദൈവമേൻ യോനയെ കുറിച്ച് പറയുന്നത്, യോന ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ആമേൻ. യോനയുടെ പുസ്തകം 1 മുതൽ എടുത്ത ആരെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഒന്ന് വായിച്ചാലും 1 മുതൽ ഒന്ന് വായിച്ചാൽ അമിത്തായിയുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിനവയുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിരിക്കും വലിയതെന്ന് ദൈവം കണ്ടിരിക്കുകയാണ് നിനവ്യവാസികളുടെ. ഹല്ലേലൂയ. മതി സ്തോത്രം. ഹല്ലേലൂയ. അവിടെ യോനയെ ദൈവം നിയമിക്കുകയാണ്. യോനയെ ആകുന്ന ദൈവമനുഷ്യനെ ആമേൻ നിനവയിലേക്ക് അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനുഷ്യനാണ് യോന, ദൈവത്തിന്റെ പ്രവാചകനാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. ആ ദൈവ മനുഷ്യനെ ആമേൻ ദൈവം ആമേൻ ഹല്ലേലൂയ നിനവയിലേക്ക് അയക്കുകയാണ്. എന്തിനായിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആമേൻ. അവിടെ നിനവയിൽ 1,20,000 പേർ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവ വഴി വിട്ട് ആമേൻ അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നുവെന്ന്, ദൈവ വഴി വിട്ട് ലോകത്തിൻ്റെ വഴി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ദൈവം കാണുവാനിടയിൽ തീർന്നു. ആമേൻ. 1,25,000 പേര് ഹല്ലേലൂയ ആമേൻ അവർ നാശത്തിലേക്ക് ലോകപ്രകാരം ദൈവപ്രകാരമല്ല, ദൈവമനുഷ്യൻ്റെ വഴിയല്ല, ലോകമനുഷ്യൻ്റെ വഴിയിൽ ആമേൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ലോകപ്രകാരം സന്തോഷിക്കുക, ലോകപ്രകാരം മുമ്പോട്ട് പോകുക, നാമധേയമായി വിശ്വാസത്താലല്ല കാഴ്ചയാൽ നടക്കുക. അങ്ങനെ നടന്നാൽ ദൈവം പറയുന്ന കാര്യമാണ്, അവരെ നശിപ്പിക്കുക, അവർ നശിച്ചു പോകും. അതിനു മുമ്പേ വാണിംഗ് കൊടുക്കണം, അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം. അതിനുവേണ്ടിയാണ് യോനയെ ദൈവം അയച്ചത്. ദൈവ മനുഷ്യനെ അവിടെ അയച്ചിട്ട് പറയുകയാണ് ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ആ പട്ടണത്തിലേക്ക് ചെന്നിട്ട് യോന പ്രസംഗിക്കുകയാണ്. അവിടെ പ്രസംഗിച്ചെന്നാൽ നിങ്ങൾ ആമേൻ 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 ഹല്ലേലൂയ ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ മനം തിരിയണം. ഈ പട്ടണത്തെ നിനവേ പട്ടണത്തെ 40 ദിവസത്തിനകം ഇതിനെ ഉന്മൂലനാശം വരുത്തും എന്ന് ഖണ്ഡിതമായി യോന പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കൽപ്പന കേട്ട, ദൈവത്തിന്റെ ഉപദേശം കേട്ട ആമേൻ ഹല്ലേലൂയ ആമേൻ ആ ജനം 1,20,000 പേര് ഒരുമിച്ച് മാനസാന്തരപ്പെടുവാൻ അവരുടെ മനസ്സുകളെ പുതുക്കി അവരുടെ ദുർമാർഗങ്ങളേക്ക് ആമേൻ വിട്ട്, ലോക സാഹസങ്ങളൊക്കെ വിട്ട്, ലോകപ്രകാരമുള്ള എല്ലാ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും വിട്ട് അവര് ആമേൻ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് വിശ്വസിച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. തന്നിമിത്തം അവരെ ദൈവം ശിക്ഷിക്കാതെ രക്ഷിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. എങ്കിലും അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ആമേൻ ദൈവത്തിന്റെ വചനം അപ്രകാരമാണ്. ആമേൻ നമ്മൾ ആമേൻ മറ്റൊരു ഭാഗത്തൂടെയാണ് മുൻപോട്ട് കയറിപ്പോയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് യോനാ പ്രവാചകന്റെ അടയാളത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോനാ പ്രവാചകന്റെ അടയാളം ആമേൻ എന്ന് പറയുന്നത് അതിൻ്റെ 1 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യോനാ പ്രവാചകനെ ഹല്ലേലൂയ ആമേൻ ദൈവം നിനവയിലേക്ക് അയച്ചു. എന്നാൽ യോന തർശീസിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. യോന തർശീസിലേക്ക് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ തർശീസിലേക്ക് പോയതാണ് നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് പകരം ദൈവവഴിയിൽ നടക്കേണ്ടുന്ന പകരം ലോകത്തിൻ്റെ വഴിയിൽ നടക്കുന്നു. ആമേൻ നിനവയിലേക്ക് പോകുന്നതിന് പകരം നമ്മളൊക്കെ ഓരോരുത്തരും ദൈവമക്കളാണ്, ദൈവമനുഷ്യന്മാരാണ്. ഹല്ലേലൂയ. ആമേൻ നേരെയുള്ള പാതയിൽ നടക്കേണ്ടതിന് പകരം ദുർമാർഗം നമ്മൾ സ്വീകരിക്കുന്നു. ലോകപ്രകാരമുള്ളതാണ് ദുർമാർഗം എന്ന് പറയുന്നത്. നാശത്തിലേക്ക് പോകുന്ന ലോകവും അതിന്റെ ഭോഗമൊക്കെ ഒഴിഞ്ഞു പോകും. ദൈവഇഷ്ടം ചെയ്യുന്നവർ നിലനിൽക്കും. ഹല്ലേലൂയ. നമ്മൾ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം. ഇവിടെ യോന കടലാമേൻ ഹല്ലേലൂയ വഴിവിട്ട് തർശീശിലേക്ക് പോയെന്ന് കാണാൻ കഴിയും. തർശീശിലേക്ക് പോയി. ഹല്ലേലൂയ. ആമേൻ. അതിനായിട്ട് യോന ആമേൻ നിനവയിലേക്ക് പോകാൻ പറഞ്ഞ യോന ഇപ്പോൾ തർശീശിലേക്കുള്ള കപ്പൽ കണ്ട് കപ്പലിൽ കയറി അകത്ത് കയറി പറ്റുവാനിടയിൽ തീർന്നു. ഇപ്പോൾ ആമേൻ വചനം വായിച്ചായിരുന്നു യോനയുടെ പുസ്തകം 1 അങ്ങോട്ട് ആമേൻ ആമേൻ ആമേൻ. എന്നാൽ യോന അങ്ങോട്ട് കടലിൽ ആമേൻ കപ്പലിൽ കയറിയപ്പോൾ കപ്പലിൽ പ്രതികൂലമായി തീർന്നു. കപ്പലിൽ പ്രതികൂലം. ഇപ്പോൾ യോന ദൈവമനുഷ്യൻ വഴിവിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ
അവൻ താൻ കയറിയിരുന്ന പടകില് പ്രതികൂലം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രതികൂലം. ആമേൻ. അവിടുത്തെ ആ മനുഷ്യൻ അവിടെ കപ്പലിൽ കയറി വചനം മുതൽ വായിച്ചാലും യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. പെരുങ്കാറ്റ്. ആമേൻ. ഇപ്പോ യോന കപ്പലിന്റെ അകത്തുണ്ട്. അവൻ ആമേൻ കപ്പലിന്റെ അടിയിൽ ചെന്ന് സുഖമായിട്ട് ഉറക്കം ആരംഭിച്ചു. ഇപ്പൊ തർശീസിൽ പോയാൽ ആമേൻ കുറച്ച് പൊന്നും പണമൊക്കെ വാരിക്കൊണ്ട് പോരാന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ തർശീസ് കപ്പലുകളിൽ പൊന്നു കൊണ്ടുവരുന്നുവെന്ന് ആമേൻ. ആമേൻ. നമ്മൾ തർശീസിൽ പോയാൽ നിലവിൽ പോയാൽ ഒന്നും ചിലപ്പോൾ ലഭിച്ചെന്ന് വരത്തില്ല. അവൻ തർശീസിൽ പോയാൽ വലിയ അനുഗ്രഹിക്കപ്പെട്ടവനായി മടങ്ങി വരാന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് അത് കയറി കയറിയത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം 1,00,000 ചില്ലുവാനം പേരെ രക്ഷിക്കാനുണ്ട്. ദൈവത്തിന് 1,00,000 ചില്ലുവാനം രക്ഷിക്കാനുണ്ട്. അവിടേക്കാണ് പോവേണ്ടത്. അപ്പോൾ ദൈവം വഴിവിട്ട് പോയത് ദൈവം മനുഷ്യൻ ദൈവം വഴിവിട്ട് പോയത് നിമിത്തം അവന്റെ കയറിയ പടകിനെ കൊലച്ച് വലിയൊരു കൊടുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കോണം പ്രതികൂലം ഉണ്ടായി. സമുദ്രത്തിൽ വലിയ കോപമുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് അവരുടെ ദൈവങ്ങളെ വിളിച്ചപേക്ഷിച്ചു. തന്റെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ എന്നാൽ താൻ്റെ ദേവന്മാരെ കപ്പൽ പ്രമാണിയും കപ്പൽ ജോലിക്കാരും ഒക്കെ വിളിച്ചപേക്ഷിച്ചിട്ട് യാതൊരു വിടുതലുകളും ഉണ്ടായില്ല. കപ്പലിന് കൂടുതൽ ദോഷത്തിലേക്ക് പോകുകയല്ലാതെ കൂടുതൽ അപകടത്തിലേക്ക് പോകുകയല്ലാതെ ഒരു ശമനവും ഉണ്ടായില്ല. അപ്പോഴാകുന്നൊരു കപ്പൽക്കാരെയൊക്കെ കപ്പലിലുള്ള മുഴുവൻ പേരെയും നോക്കി മുഴുവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെയൊക്കെ വിളിച്ചപേക്ഷിക്കും. നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നാലോ വിളിച്ചപേക്ഷിക്കുവാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ചപേക്ഷിപ്പാൻ തുടങ്ങി. ഒരു വിടുതലും ഉണ്ടായില്ല. ഒടുവിലാണ് അവരെല്ലാവരെയും എണ്ണി നോക്കി കപ്പലിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുകയാണ്. അവരെ ചെന്ന് തട്ടി ഉണർത്തി. യോന അടിയിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. യോനെ തട്ടി ഉണർത്തി. യോന ദൈവമനുഷ്യനെ തട്ടി ഉണർത്തി. യോനെ എഴുന്നേൽപ്പിച്ച് ആമേൻ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിനെ വായിച്ചാലും ഞാൻ ദൈവസന്നിധി വിട്ട് ദൈവം പറഞ്ഞ് എടുത്ത് പോകാതെ ഞാൻ തർശീസിലേക്ക് പോകാണെന്ന് പറഞ്ഞു. നീ എന്തിനിങ്ങനെ പോയെന്ന് ചോദിച്ചു. അവിടെ പടക് മൊത്തം കിളയി. ഇവിടെ വലിയ പ്രശ്നമാണ്. അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്നു. നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി സ്തോത്രം അവനെ ഉണർത്തി. ആമേൻ. ഹല്ലേലൂയ. അവനെ ഉണർത്തിയപ്പോഴാണ് അവൻ പറയുന്നത്, ഈ അനർത്ഥം നിങ്ങൾ നിമിത്തമല്ല, ഞാൻ നിമിത്തമാണ് വന്നത്. ദൈവമനുഷ്യൻ പോകേണ്ടുന്ന വഴിക്ക് പോകാത്തത് കൊണ്ടാകുന്നു. യഹോവ വരുത്തിയതാകുന്നു ഈ അനർത്ഥം, ഈ കൊടുങ്കാറ്റ്, ഈ പടകിന് നേരെയുള്ള പ്രതികൂലം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ എടുത്ത് കടലിലിടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അനുദിനം നേരെയുള്ള പാതയിൽ നമ്മൾ പ്രയാണം ചെയ്യാതിരുന്നാൽ, നേരെയുള്ള പാതയിൽ സേവനം ചെയ്യാതിരുന്നാൽ കർത്താവ് നമ്മളെ പ്രതികൂലത്തിലാക്കും. നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. അനുദിനം നാശം പോലെ നമുക്ക് തോന്നും. എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങൾ, വേദനകൾ, ഭാരങ്ങളൊക്കെ കയറി വരും. നന്മയ്ക്കായി തിന്മയ്ക്കായിട്ടല്ല. ദൈവമക്കളുടെ ജീവിതത്തെ പ്രമാണിച്ച് നോക്കിയാൽ അത് നന്മയ്ക്കായിട്ടത്രേ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, അനവധി കഷ്ടമുണ്ട്, ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ യോന പോകുന്നത് യോനയെ എടുത്ത് അവസാനം പ്രതികൂലം ശമിക്കുവാൻ വേണ്ടി യോന പറഞ്ഞു, എന്നെ ഈ കടലിലേക്ക് എടുത്ത് കളയുക. അപ്പോൾ നിങ്ങളുടെ പടകിന്, നിങ്ങളുടെ കപ്പലിന് ശാന്തത വരും എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ കപ്പൽ ജീവനക്കാര് യോനയെ എടുത്ത് അങ്ങ് പുറന്തള്ളുവാനിടയിൽ തീർന്നു. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യനെ, ദൈവത്തിന്റെ പ്രവാചകനെ കരുതുവാൻ ദൈവം അവിടെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഒരു മത്സ്യത്തെ അവിടെ നിയമിച്ചിരുന്നു. സമുദ്രത്തിൽ വീണാൽ ആരും രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. ആരും രക്ഷപ്പെടത്തില്ല. ഒരുത്തൻ പോലും രക്ഷപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ആഴത്തിൽ വീണങ്ങ് നശിച്ചു പോകാനിടയിൽ. എന്നാൽ ദൈവ മനുഷ്യൻ വീണപ്പോൾ അവൻ 3 ദിവസം കാക്കുവാനായി ദൈവം അവനെ മീനിനെ ഹല്ലേലൂയ കടലാനയെ കൽപ്പിച്ചാക്കി. അങ്ങനെ കടലാന അവരെ എടുത്തങ്ങ് വിഴുങ്ങി. അവൻ 3 ദിവസം അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ പ്രവാചകൻ 3 ദിവസം കടലാനയുടെ വയറ്റിലിരുന്ന് സകല കഷ്ടവും അനുഭവിച്ചു. ഹല്ലേലൂയ. സകല കഷ്ടവും അനുഭവിച്ചു. നമ്മൾ ഒരു ജീവിയുടെ അകത്തായി പോയി എന്തായിരിക്കും? ദഹിച്ചു പോകും. ഏതെങ്കിലും ഒരു ജീവി നമ്മളെ എടുത്ത് അങ്ങ് വിഴുങ്ങി ദഹിച്ചു പോകും. ആമേൻ. പിന്നെ നമ്മൾ വെളിച്ചം കാണൂല. തീക്കകത്തത് വീണാൽ എന്തായിരിക്കും? ദഹിച്ചു പോകും. നമ്മൾ തീച്ചൂള പോലെയുള്ള അനുഭവമാണ്. ഒരു മത്സ്യത്തിന്റെ അകത്തങ്ങായി പോയാൽ തീർന്നു, ശ്വാസം തീർന്നു. അതിന്റെ അകത്തലകളിൽ ഇരുന്ന് ഹല്ലേലൂയ ദഹിച്ചു
പോകുന്ന അനുഭവത്തിന്റെ നടുവിൽ അത്രത്തോളം യോന കഷ്ടം അനുഭവിച്ചു. അവൻ അവിടെ ഇരുന്ന് ദൈവത്തിന്റെ മുഖത്തെ കണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവനെ മഹാകഷ്ടത്തിലൂടെ അവനെ പുറത്തടിപ്പിച്ചു, പുറത്ത് കരയിൽ കൊണ്ടിടിയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ആമേൻ നമ്മെ രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ച കർത്താവായ യേശു ആമേൻ 3 നാൾ ആമേൻ യോന കഷ്ടം അനുഭവിച്ചതുപോലെ, ദുഃഖം അനുഭവിച്ചതുപോലെ ഭൂതലത്തിൽ ആമേൻ ആമേൻ ആഴിയുടെ ആഴങ്ങളിലിരുന്ന് മാനസാന്തരപ്പെട്ട പ്രകാരം യേശു നമുക്ക് വേണ്ടി ആമേൻ നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ വേണ്ടി, നമ്മളെ ശുദ്ധീകരിച്ച് പിന്നെയും നമ്മളെ പ്രിയ മക്കളാക്കി തീർക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ചു. 33 വയസ്സക്കാലം അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. സകല കഷ്ടങ്ങളും നഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും അടിയും ഇടിയും ആമേൻ ചൂണ്ട കൊണ്ട് അടിച്ചു എല്ലാം അവൻ ഏറ്റു, കഷ്ടം സഹിച്ചു. ഓന പുറത്തു വന്നു. അതുപോലെ മനുഷ്യപുത്രൻ വീതിക്ക് 3 നാൾ ഭൂമിക്കടിയിലിരിക്കും. എന്നാൽ ആമേൻ ആമേൻ ദൈവം ആമേൻ ഇവിടെ ദൈവപുത്രനാകുന്ന യേശു അവൻ ദൈവ മനുഷ്യനാകുന്നു, അവൻ ദൈവമാകുന്നു. അവൻ 3-ാം നാൾ പുറത്തു വരുവാനിടയിൽ തീർന്നു. ആയതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആമേൻ ഏത് കഷ്ടത്തിൽ അകപ്പെട്ടാലും അവൻ പുറത്തു വരും. രോഗത്താൽ അകപ്പെട്ടാലോ, ഭാരത്താൽ അകപ്പെട്ടാലോ, കണ്ണുനീരിന്റെ താഴ്വരയിലാണോ, ദുരിതമാണോ, ദുഃഖമാണോ, കണ്ണമേൻ കടഭാരമാണോ, നിന്ദയാണോ, പരിഹാസമാണോ, അപമാനമാണോ, ഒറ്റപ്പെടലാണോ, പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ ഇവിടെ യോന പുറത്തു വന്നു, ദൈവ മനുഷ്യൻ പുറത്തു വന്നു കേട്ടോ. ദൈവ മനുഷ്യൻ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ മനുഷ്യൻ പുറത്തു വന്നു. ആമേൻ ദൈവപുരുഷനാകുന്ന യോന പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ആമേൻ നമ്മുടെ രക്ഷിപ്പാൻ ലോകത്തെ വെച്ച് കർത്താവ് പുറത്തു വന്നു. 3-ാം ദിവസം കർത്താവ് പുറത്തു വന്നു. ആ കർത്താവ് പ്രൈസ് ദി ലോർഡ് ഭാവിയിലെ രക്ഷിപ്പാൻ അവൻ ലോകത്തിൽ അവതരിച്ചു. ആമേൻ ഹല്ലേലൂയ. എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 1 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ ഒരു ഹല്ലേലൂയ ആമേൻ ആമേൻ ദൈവത്തിൻ്റെ മകനാകുന്ന, ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ദൈവ മനുഷ്യനാകുന്ന ഒരു ആമേൻ ലാസറിനെ കാണാൻ കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ദൈവ മനുഷ്യനെ അവിടെ കാണാൻ കഴിയും. ആ വചനം ഒന്ന് വായിച്ചാൽ സിസ്റ്ററെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള ചില വചനങ്ങൾ വായിച്ചാലും. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളെ അയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എത്രയെന്ന് പറഞ്ഞു. മതി. സ്തോത്രം. ഇവിടെ ആമേൻ ദൈവ മനുഷ്യനാകുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ അനുഗമിച്ചിരുന്ന, കർത്താവിനെ സ്നേഹിച്ചിരുന്ന, കർത്താവിനെ ആരാധിച്ചിരുന്ന ലാസർ പെട്ടെന്ന് രോഗം വന്ന് ആമേൻ ദീനമായി കിടന്നു. അവൻ മരിപ്പാനിടയിൽ. എന്നാൽ ദീനമായി കിടന്നപ്പോൾ അവന്റെ സഹോദരിമാര് യേശുവിനെ അറിയിച്ചു, നിനക്ക് പ്രിയനായവൻ, ദൈവ മനുഷ്യൻ, നിന്നിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദീനമായി കിടക്കട്ടെ കേട്ടോ. ആമേൻ. ഈ വിവരം സഹോദരിമാര് ഹല്ലേലൂയ യേശുവിനെ അറിയിച്ചപ്പോൾ ആമേൻ യേശു പെട്ടെന്ന് പോയില്ല കേട്ടോ. അപ്പോൾ യേശു പറഞ്ഞത്, ഈ ദീനം ഹല്ലേലൂയ ദൈവപുത്രൻ ആമേൻ അവൻ്റെ മരണത്തിനായിട്ടല്ല. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. ഇത് ആമേൻ ദൈവത്തിൻ്റെ പുത്രൻ ആമേൻ ദൈവനാമ മഹത്വത്തിനായി തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കഷ്ടം, ഈ നഷ്ടം, ഈ ഭാരം, ഈ രോഗം, ഈ മരണം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ടത്രേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മുടെ രോഗം വരും, ഭാരം വരും, വേദന വരും. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ മരിക്കത്തില്ല. മരണത്തിനായിട്ടല്ല.
മരിക്കത്തില്ല, അയ്യോ ദൈവാസനെ അല്ലെ പാസ്റ്ററെ ഞാൻ മരിച്ചു പോകും എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എങ്കിൽ വ്യാകുലപ്പെടും. പ്രാർത്ഥിക്കണേ എന്ന്. എന്നാൽ നമ്മൾ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ദീനക്കാരനെ കർത്താവ് സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശുവിൽ വിശ്വസിച്ചിരുന്നവൻ മരിപ്പാനിടെ ദീനം വന്നു മരിപ്പാനിടെ തീർന്നു നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ ആമേൻ. എന്നാൽ 3 നാൾ കഴിഞ്ഞപ്പോഴാകുന്നു യേശു ആ ഭവനത്തിലേക്ക് കടന്നു പോകാനിടയിൽ തീർന്നത്. പ്രൈസ് ദി ലോർഡ്. 3 നാൾ കഴിഞ്ഞ് യോഹന്നാൻ സുവിശേഷം 11 മുതൽ വായിച്ചാലും സിസ്റ്ററേ, 11 മുതൽ അവിടെ ലാസർ ലാസർ മരിപ്പാനിടയിൽ നിദ്ര കൊള്ളുന്നു എങ്കിലും നാം അവനെ ഉണർത്തുവാൻ പോകുന്നു യേശു പറയാനിടയിൽ തീർന്നു. ശിഷ്യന്മാർ അവനോട് കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശു അവന്റെ മരണത്തെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഉറക്കമെന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ചു സന്തോഷിക്കുന്നു. ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാ. നോക്കിക്കേ മതി. സ്തോത്രം. ലാസർ മരിച്ചിരിക്കുകയാണ്. 3 നാൾ കഴിഞ്ഞ് അവിടെ എത്തി. 3 നാൾ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാരൊക്കെ ഇങ്ങോട്ട് വന്നു. അതിൽ ഒരു തീ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, കർത്താവ് വരുന്നു, യേശു വരുന്നു എന്ന് അവരറിഞ്ഞു. അറിഞ്ഞപ്പോൾ അവർ ഒരു സഹോദരി ഇങ്ങോട്ട് വരുവാൻ യേശുവിനെ സ്വീകരിപ്പാൻ വരുവാനിടയിൽ തീർന്നു. അവൾ വന്നിട്ട് പറയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു എന്ന് പറയാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് യേശു മറുപടി പറഞ്ഞത്, അല്ല സ്ത്രീയെ, അല്ല. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ. താഴോട്ട് വായിച്ചാലും അവിടെ മരിക്കയില്ലായിരുന്നു. നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. നോക്കിക്കേ ദൈവമക്കളെ, എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അവൾ പറഞ്ഞത് ഒടുവിലത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൾ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഒടുവിലത്തെ നാളിലല്ല. അതാകുന്നു നമ്മുടെ കർത്താവ്, അതാകുന്നു നമ്മുടെ രക്ഷിതാവ്, അവനാകുന്നു നമ്മുടെ പ്രാണനാഥൻ. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി നോക്കിക്കേ ലാസറിന്റെ കുടുംബം ആ രക്ഷയെ കാണുവാനിടയാകുകയാണ്. വായിച്ചാലും യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്ന് പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നോക്കിക്കേ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽക്കാലത്ത് ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 33 മുതൽ 45 വരെ വചനങ്ങൾ വായിച്ചാലും പ്രൈസ് ദി ലോർഡ്. അതേ നമ്മുടെ കർത്താവായ യേശു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ലാസറിന്റെ ഭവനത്തിലാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് 4 നാളായി നാറ്റം വെച്ചു തുടങ്ങി എന്ന് കാണുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. വായിച്ചാലും അവൻ യേശു അവിടെ വന്നപ്പോൾ അനേകരെ കരയുന്നത് അനേകര് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. യേശു അവരെ അവിടെ കരഞ്ഞിട്ട് കരച്ചിൽ കണ്ട് യേശു അവിടെ കണ്ണീർ വാർത്തു എന്നാണ് പറയുന്നത്. യേശു കരയുന്നവരോടുകൂടെ കരഞ്ഞു. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നവരോടുകൂടെ നമ്മൾ കർത്താവ് നമ്മളോട് കരയും. നമ്മൾ ദൈവത്തിനോടുകൂടെയാണോ, ദൈവമനുഷ്യനാണോ, ദൈവത്തിൽ നിൽക്കുന്നവനാണോ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണോ, ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണോ, കർത്താവ് നമ്മെ നോർത്ത് നമ്മളോടുകൂടെ സങ്കടപ്പെടും. കർത്താവ് ഹല്ലേലൂയ. നമ്മുടെ കരുതുന്ന കർത്താവ്. വായിച്ചാലും അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലക്കി കരഞ്ഞു. അവനെ വെച്ചിട്ട് എവിടെയെന്ന് കർത്താവ് ചോദിപ്പാനിടയിൽ തീർന്നു. കർത്താവേ എന്താ വന്ന് കാണുക എന്ന് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു. അതേ സ്തോത്രം. തുടർന്ന് യേശുവിൻ അവനെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് വന്നു. യേശു പറഞ്ഞു, എന്ത് പറഞ്ഞു? ഈ കല്ലുരുട്ട് മാറ്റി
മാറ്റുവാൻ കല്ലുരുട്ടി ലാസറിൻ്റെ കല്ലറയ്ക്കൽ വെച്ചിരുന്ന കല്ലുരുട്ടി മാറ്റി. യേശു പറഞ്ഞു, ലാസറെ പുറത്തു വാ എന്ന് യേശു പറഞ്ഞു. അവൻ പുറത്തു വന്നു. ദൈവം പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു. അവൻ ദൈവമനുഷ്യൻ അടക്കപ്പെട്ടിപ്പം 4 നാളായി നാറ്റം വച്ചിരിക്കുകയാണ് ദൈവമനുഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം പലപ്പോഴായി ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് 3 നാളാണ്. ഈ കഷ്ടം 3 നാളിരിക്കും. 3 നാൾ നിന്റെ കഷ്ടം ഇരിക്കും. 3-ാം നാൾ നിനക്കൊരു ഉയർപ്പുണ്ട് ദൈവമക്കളെ. ഇന്ന് ഉയർപ്പിന്റെ ദിവസമാണ്. സകല കഷ്ടത്തിൽ നിന്നും, സകല പാപത്തിൽ നിന്നും, സകല രോഗത്തിൽ നിന്നും, സകല ദുരിതങ്ങളിൽ നിന്നും ഉയർത്തൻ നിൽക്കുന്ന ഒരു പകൽക്കാലമാ. യേശു അവനെ യേശു അവനോട് പറഞ്ഞു, നീ പുറത്തു പുറത്തു വന്ന് അവന്റെ കെട്ടുകളെ അഴിച്ചു. അവന്റെ കെട്ടുകളെ അഴിച്ചു. ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥകൾ ഏത് നിലവാരത്തിലായിരിക്കുന്നുവോ ആയതിൻ്റെ നടുവിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവന്ന് സ്വതന്ത്രമാക്കി തീർക്കുന്ന കർത്താവ് നമ്മുടെ ലോകത്തിൽ ഈ ലോകത്തിലെ ജീവിതം ഭാരത്താലും വേദനയാലും നമ്മൾ മരണത്തിലേക്ക് കടന്നു പോകുന്നുണ്ടോ? നമ്മൾ അടക്കപ്പെട്ടതുപോലെ നമുക്ക് ആരുമില്ലാതെ, നമുക്ക് വൈദ്യന്മാരില്ല, വൈദ്യസഹായമില്ല, ഔഷധമില്ല, സഹായിപ്പാൻ ആരുമില്ല, പ്രാർത്ഥിപ്പാൻ ആരുമില്ല, കരുതുവാൻ ആരുമില്ല, കൈത്താങ്ങുവാൻ ആരുമില്ല. ഈ കാലഘട്ടത്തിന് നടുവിൽ ദൈവം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലാസർ 3-ാം നാള് ഹല്ലേലൂയ കല്ലറയിലിരിപ്പ്. അവൻ ദ്രവത്വം കാണുവാനിട. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യൻ ദ്രവത്വം കാണത്തില്ല കേട്ടോ. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവ മനുഷ്യൻ ദ്രവത്വം കാണത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ മരിച്ചാലും, നമ്മളിവിടെ മരിച്ചാലും നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവ് ഉണ്ട്. മരിച്ചവരാണോ? പാപം സംബന്ധിച്ചു മരിച്ചവരാണോ? പാപിയെ രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ച കർത്താവ് നമ്മെ ഉയർത്തുവാൻ ശക്തനാ. അവൻ മതിയാകുന്ന ദൈവമാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതേ കർത്താവേ, പകൽക്കാലത്തില് ഞങ്ങളോടങ്ങ് സംസാരിച്ചുവല്ലോ. കർത്താവ് പറഞ്ഞു, ഞങ്ങളോടങ്ങ് സംസാരിച്ചുവല്ലോ, ഞങ്ങളോട് ഇടപെട്ടുവല്ലോ. ദൈവ മനുഷ്യനെ കുറിച്ച് സംസാരിച്ചുവല്ലോ, ലോക മനുഷ്യന്റെ കുറിച്ച് സംസാരിച്ചുവല്ലോ. ലോക മനുഷ്യന്റെ വഴി, ദൈവ മനുഷ്യന്റെ വഴി നന്മയും പ്രസാദവും ഉള്ളത്. അവൻ നന്മ തന്നെ പ്രാപിക്കും, അവൻ വിടുതലുകൾ തന്നെ പ്രാപിക്കും, അവൻ അനുഗ്രഹങ്ങളെ തന്നെ പ്രാപിക്കും. ലോക മനുഷ്യന്റെ വഴിയോ നാശകരം, അവൻ നാശത്തിലേക്ക് പോകും, അവൻ അവിശ്വാസികളോടുകൂടെ നശിച്ചു പോകുവാനിടയായി തീരും. ആയതുകൊണ്ട് ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ നിനിവേവാസികൾ 1,25,000 പേര് യോനയുടെ പ്രസംഗം കേട്ട്, നാശത്തെക്കുറിച്ചുള്ള സന്ദേശം കേട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ദൈവത്തിൻ്റെ മനുഷ്യരായി ജീവിച്ചില്ലെങ്കിൽ, ലോകപ്രകാരമുള്ള മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ നശിച്ചു പോകും എന്നുള്ള പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെട്ടു. തന്നിമിത്തം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ ദൈവം വരുത്തിയില്ല. പകൽക്കാലത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അനർത്ഥങ്ങളൊക്കെ മാറിപ്പോകുവാൻ, ദിനം പ്രതി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പാൻ തക്കണം ദൈവത്തിൽ ഏൽപ്പിച്ചു തരുന്നു. അപ്പാ യേശുവേ, തൻ്റെ മക്കളെ നയിച്ചാലും നടത്തിയാലും അനുദിനം ദൈവാത്മാവ് അവരോട് സംസാരിച്ചാലും, ഇന്നലകളിൽ ഞങ്ങളോട് സംസാരിച്ച് ഇടപെട്ട, നടത്തിയ, നയിച്ച ആ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ നടക്കണമേ. കർത്താവേ, മോശ പറഞ്ഞ പ്രകാരം നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ കരത്തിൽ മുഴുവനായി ഏൽപ്പിച്ചു തരികയാണ്. യേശുവേ, സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാണ്. യേശുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പണം ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ സഭ മുഴുവനായി. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ സന്ദേശം കർത്താവേ ഞങ്ങൾ കേൾക്കുവാനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ കർത്താവേ അനവധി ഞങ്ങളെ സ്നേഹിക്കുന്ന മറ്റ് സ്നേഹിതന്മാരുണ്ടല്ലോ, അവരും ഈ സന്ദേശം കേൾക്കുവാനിടയിൽ തീരുമല്ലോ. എല്ലാവരെയും അനുഗ്രഹിച്ചാലും അപ്പാ, എല്ലാവരെയും വിടുവിച്ചാലും, എല്ലാവർക്കും സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകിയാലോ അപ്പാ. ആർക്കെങ്കിലും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നു ഇന്ന് പകൽക്കാലത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും വിടുതലുകൾ ഉണ്ടാകുവാൻ തക്കണം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമല്ലോ അപ്പാ. അങ്ങ് അവർ മരിച്ചാലും, അവർ കഷ്ടത്തിൽ അകപ്പെട്ടാലും,
ഭാരപ്പെട്ടാലും ഭാരത്തിൽ അകപ്പെട്ടാലും അവൻ അവരെ പുറത്തു കൊണ്ടുവരും. ഇന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വാലും മകത്വം വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ